ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു എന്നുള്ള പ്രധാന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ നിരവധി തവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തി കപ്പൽ മുങ്ങിയ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒമാൻ തീരത്താണ് ഇന്ത്യൻ കപ്പലിനെ മുക്കിയിരിക്കുന്നത്. ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യയിൽ നിന്ന് ഗുജറാത്തിൽ നിന്നുള്ള കപ്പലാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. 14 യാത്രക്കാരെന്ന് പറയുമ്പോൾ എല്ലാ കപ്പൽ ജീവനക്കാർ അവരുമായിട്ടാണ് ഈ കപ്പൽ യാത്ര ചെയ്തത്. അത് ലൈഫ് സ്റ്റോക്ക് അനിമൽസ്, അതായത് ഈ പറയുന്ന വളർത്തുമൃഗങ്ങളുമായിട്ടുള്ള ഒരു യാത്രയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ലിമ പ്രദേശത്ത് വെച്ച് നടന്ന ആക്രമണത്തിലാണ് ഈ കപ്പലിന് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കുകയും കപ്പൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്നത്. ലിമ പ്രദേശം എന്ന് പറയുന്നത് ഒമാന്റെ വടക്കൻ ഭാഗമാണ്. ആ മേഖലയിൽ പുലർച്ചെ 3:30 കൂടിയായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത്. ഡ്രോൺ ആണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വന്ന് ഈ കപ്പലിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് തിരിച്ചറിയാനാവാത്ത ഒരു സ്ഫോടക വസ്തു ഈ കപ്പലിലേക്ക് വന്ന് പതിച്ചു. അതോടുകൂടി തന്നെ കപ്പലിലെ വലിയ തരത്തിൽ തീ ആളിപ്പടരുകയായിരുന്നു. ആളിപ്പടർന്ന ഈ തീപിടുത്തത്തെ ചെറുക്കാനായിട്ട് അവിടുത്തെ അതിലുണ്ടായിരുന്ന ജീവനക്കാർ പരമാവധി ശ്രമിക്കുകയും അതിനുശേഷം ലൈഫ് ബോട്ടുകൾ എടുത്ത് കടലിലേക്കിട്ട് അതിൽ ഇവർ രക്ഷപ്പെടുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ്. അവർ നേരെ ഒമാൻ തീരത്തേക്ക് ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു തുറമുഖത്ത് അഭയം പ്രാപിക്കുകയും ചെയ്തു. അവരിപ്പോൾ അവിടെ സുഖം പ്രാപിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ വലിയ പരിക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും വലിയ തോതിലുള്ള ആക്രമണമാണ് ഈ കപ്പലിന് നേരെ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. ചരക്ക് കപ്പലായിരുന്നു, ലൈഫ് സ്റ്റോക്ക്, അതായത് വളർത്തുമൃഗങ്ങളുമായി പോയിരുന്ന ഒരു കപ്പലായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അജ്ഞാത സ്ഫോടക വസ്തു ഇടിച്ചു എന്നും ആക്രമണത്തിൽ ഇത് തകർന്നുവെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ കൃത്യമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും ഒരു ശാശ്വതമായ സമാധാനം മേഖലയിൽ കൊണ്ടുവരുന്നതിന് ഗുണകരമാവില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് പറയുകയും ചെയ്തു. ഇതിനകത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ എണ്ണ സംഭരണം അടക്കമുള്ള കാര്യങ്ങൾ ഒരു ചെറിയ തോതിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ നമ്മുടെ അടുത്തേക്ക് ഈ സ്റ്റോക്കുകൾ കൊണ്ടുവരുന്നതിനെ ഇത് ബാധിച്ചാലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നമുക്ക്, അതായത് ഇത്തരത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധിയിലേക്കൊക്കെ ഒരു പക്ഷേ കടന്നേക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അജ്ഞാത സ്ഫോടക വസ്തു ഇടിച്ചാണ് ഈ ആക്രമണമെങ്കിലും ഇതിന് പിന്നിൽ ആര് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇന്ത്യൻ സർക്കാരും അതുപോലെ തന്നെ ഒമാൻ കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെസ്ക്യൂ ഓപ്പറേഷൻ ഒമാൻ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ആൾനാശം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നുണ്ട്. ഈ കപ്പൽ എന്ന് പറയുന്നത് സലായ പോർട്ടിൽ, അതായത് ദേവഭൂമി ദ്വാരക ഡിസ്ട്രിക്റ്റിലുള്ള സലായ പോർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. സൊമാലിയയിൽ നിന്നും ഷാർജയിലേക്കാണ് ഈ കപ്പൽ കന്നുകാലികളുമായിട്ട് യാത്ര തുടങ്ങിയത് എന്നതാണ് ഇതിനെപ്പറ്റി ലഭിക്കുന്ന വിവരം എന്നുള്ളത്. അപ്പോൾ ഈ ആക്രമണം നടന്നു. ഇതിലെ ജീവനക്കാരെല്ലാം തന്നെ ലൈഫ് ബോട്ടുകളിൽ രക്ഷപ്പെട്ടു. അതിന് പിന്നാലെ തന്നെ ഈ കപ്പൽ മുങ്ങുകയായിരുന്നു. മുങ്ങിയതോടുകൂടി തന്നെ ഇതിലുണ്ടായിരുന്ന കന്നുകാലികളെല്ലാം തന്നെ ചത്തുപോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉടമ എന്ന് പറയുന്നത് സുൽത്താൻ അഹമ്മദ് എന്ന പേരായിട്ടുള്ള ഒരാളാണ്. സുൽത്താൻ അഹമ്മദ് സൻഗർ എന്ന് പറയുന്ന ആളാണ് ഈ കപ്പൽ തകർന്ന വിവരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തെ അംഗീകരിക്കാനാവില്ല എന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഇത് തുടർന്നു പോയാൽ, അതായത് നേരത്തെ തന്നെ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും അത് ഇന്ത്യ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് താണ്ടുന്നതിനിടയ്ക്ക് നിരവധിയായിട്ടുള്ള ആക്രമണം ഉണ്ടാകാറുണ്ട്. ആ ആക്രമണങ്ങളെയൊക്കെ തന്നെ ഇന്ത്യ വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് തങ്ങൾക്ക് അറിയാത്ത ഗ്രൂപ്പുകളിൽ നിന്ന്, അതായത് IRGCയെ പല വിഭാഗമായി തിരിച്ചതിന് ശേഷവും, അതായത് ഒരു മൊസൈക്ക് സ്ട്രക്ചറിലേക്ക് അവർ പോയതിനു ശേഷം ഉണ്ടാകുന്ന മറ്റു ചില ഗ്രൂപ്പുകളുടെ ആക്രമണമാണ് എന്നൊക്കെയായിരുന്നു ഇറാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതിനെ എന്തായാലും നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഇറാൻ പറഞ്ഞിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നുകൾ ഇവയെല്ലാം തന്നെ എത്തിച്ചു കൊടുക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ നിരന്തരമായി സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇറാൻ
ഇത്തരത്തിൽ നമ്മുടെ ഷിപ്പുകളോട്, നമ്മുടെ കപ്പലുകളോട് ഇത്തരത്തിലൊരു സമീപനം എടുത്താൽ, അത് മാത്രവുമല്ല, ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു ചരക്ക് കപ്പലാണ്. സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു കപ്പൽ, ഒരിക്കലും ഒരു സൈനിക കപ്പലല്ല. അങ്ങനെ ഒരു സൈനിക കപ്പലല്ലാത്ത ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത് എത്രത്തോളം ആശാസ്യമാണെന്ന് ഈ പറയുന്ന ആക്രമണം നടത്തുന്ന അതോറിറ്റികൾ, അതിനിപ്പോൾ ഇറാനിലെ സൈന്യമായാലും ശരി തന്നെ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളായാലും ശരി തന്നെ, ഒട്ടും ശാശ്വതമായിരിക്കില്ല. ഇന്ത്യൻ നേവി അവിടേക്ക് എത്തുകയാണെങ്കിൽ, ഇന്ത്യൻ സൈന്യം ഈ കാര്യത്തിലൊക്കെ ഇടപെടുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാനാവില്ല, കണ്ണടയ്ക്കാനാകില്ല. ഇതിന് നേർക്ക് അതിന് കൃത്യമായ മറുപടി ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ വക്താവ് വ്യക്തമാക്കുന്നത്. ഒരാഴ്ചയുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാമത്തെ സംഭവമാണ് ഹാജി അലി എന്ന് പറയുന്ന ഈ കപ്പൽ മുങ്ങിയതോടുകൂടി സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിനു മുൻപ്, ഏതാണ്ട് ഒരാഴ്ച മുൻപ്, അൽ ഫൈസ് നൂർ സുലൈമാൻ എന്ന് പറയുന്ന സലായിൽ നിന്ന് തിരിച്ച ഒരു കപ്പൽ, അൽ ഫൈസ് നൂർ സുലൈമാനി 1 എന്ന് പറയുന്ന കപ്പലും ഹോർമൂസ് കടലിടുക്കിൽ വെച്ചിട്ട് മുങ്ങിയിരുന്നു. ഇതും അവിടെ നിന്നുണ്ടായ വെടിവയ്പ്പിലാണ് കപ്പൽ തകർന്നത് എന്നാണ് ഈ വിവരങ്ങൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന സമുദ്ര നാവിക കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തുന്ന പ്രശ്നങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. തുടരെ ഉണ്ടാകുന്ന ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യൻ ഫ്ലാഗ് വെച്ച കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇന്ത്യക്ക് ഇനി കണ്ടില്ല എന്നടിക്കാൻ കഴിയില്ല. ഇനി അകമ്പടി പോകുവാൻ ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യൻ യുദ്ധതന്ത്രജ്ഞരൊക്കെ തന്നെ തീരുമാനിച്ചാലുണ്ടല്ലോ, അത് നിസ്സാരമായിട്ട് അങ്ങനെ പോകില്ല. ഇന്ത്യൻ കപ്പലുകൾ ഇന്ത്യയുടെ മാർക്കോസ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ, പലപ്പോഴും സൊമാലിയൻ കടൽക്കൊള്ളക്കാർക്കൊക്കെ നല്ല അനുഭവമുള്ളതാണ് ഇന്ത്യയുടെ നാവിക കമാൻഡോകളുടെ ശേഷി എന്താണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമാൻഡോകൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ഈ മേഖലയിലുള്ള ആർക്കും തന്നെ ഗുണകരമാകില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇന്ത്യയോടൊപ്പം നിൽക്കാറുള്ള രാജ്യമാണ് UAE ആയാലും ഒമാൻ ആയാലും ഒക്കെ തന്നെ. ഒമാനൊക്കെ ഇത്തരത്തിൽ ഇന്ത്യയുമായിട്ട് വലിയ നല്ല സഹകരണങ്ങളൊക്കെ പുലർത്തുന്ന രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഭീകരാക്രമണത്തെ, ഇല്ലെങ്കിൽ ഇതൊരു ഭീകരാക്രമണമായിട്ട് തന്നെ കണക്കാക്കണം, അങ്ങനെ ഉണ്ടാകുന്ന ഭീകരാക്രമണത്തെ ചെറുത്തു നിൽക്കാനായിട്ട് ഇന്ത്യക്ക് ശേഷിയുണ്ട്. ഹോർമൂസ് സ്ട്രെയിറ്റിലേക്ക് അപ്പോൾ ഇന്ത്യൻ കപ്പലുകൾ പോകുന്ന സമയം അധികം വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കപ്പലുകൾ മുക്കാൻ ആരാണോ ശ്രമിച്ചത് അവർക്കുള്ള മറുപടി ഇന്ത്യൻ സൈന്യമായിരിക്കും കൊടുക്കുന്നത്. കൃത്യമായ മറുപടി ഉണ്ടായിരിക്കും. ഒരു കപ്പൽ ഇന്ത്യയുടേത് ആക്രമിച്ചതിന് പിന്നാലെ രണ്ടാമത്തെ കപ്പലും മുക്കുന്ന രീതിയിലേക്കുള്ള ആക്രമണം ഈ പറയുന്ന ഇറാൻ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈനിക സംവിധാനമാണ് ചെയ്തതെങ്കിൽ അതിന് തക്കതായ മറുപടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അധികം വൈകാതെ ഇതിൻ്റെ മറുപടി അവർ ആരാണോ, IRGC ആണോ, ഇല്ലെങ്കിൽ ഇറാൻ്റെ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളാണോ, ഏതെങ്കിലും ഭീകര സഖ്യമാണോ, അവർ തീർച്ചയായും അറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല.